വൈകുന്നേര സമയമാണ്. നല്ല മൊരിഞ്ഞ പഴംപൊരിയും ബീഫിന്റെ എല്ല് കറിയും, ഡെഡ്ലി കോംബോ അല്ലേ? നല്ല അഫോർഡബിൾ റേറ്റിൽ ഇത് കിട്ടിയാലോ വേറെ ലെവലായിരിക്കും. അങ്ങനെ ഒരു കോംബോ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ കൊല്ലത്തുള്ള ടീ കമ്പനിയിലേക്ക് പോകാം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഡൈദർ, പഴംപൊരിയും ബീഫും. അപ്പം ഈ പഴംപൊരിയും ബീഫിന്റെ എല്ലിന്റെ കറിയും നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അഫോർഡബിൾ റേറ്റ് 10 രൂപയാണ്. എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണമെങ്കിൽ നമുക്കും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. നമുക്കുള്ള പഴംപൊരിയും ബീഫ് എല്ല് കറിയും കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അവിടെ കുറച്ച് ചേട്ടന്മാരെ നമ്മൾ അവരുടെ കൂടെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെ പോയി കഴിക്കാം. എങ്ങനെയുണ്ട്? ഇത് കേട്ടറിഞ്ഞ് വന്നതാണോ? കേട്ടറിഞ്ഞു വന്നതാ. ആദ്യമായിട്ടാണോ കഴിക്കുന്നത്? അല്ല, ഞങ്ങൾ സ്ഥിരം വരാറുണ്ട്. മിതമായ നിരക്കിൽ കിട്ടുന്ന ഈ ഫേവറേറ്റ് കോംബോ തേടി കൊല്ലം ബീച്ച് റോഡിലെ ടീ കമ്പനിക്ക് മുന്നിലേക്ക് ദിവസവും നിരവധി പേരാണ് എത്തുന്നത്. ചൂടോടെ മൊരിഞ്ഞ പഴംപൊരിക്ക് മുകളിലേക്ക് ബീഫ് എല്ലിന്റെ കറിയും കൂടി ഒഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലാകും. 10 രൂപയ്ക്ക് നല്ലതാ. എവിടെയും കിട്ടത്തില്ല ഇങ്ങനെ, ടേസ്റ്റ് ഉണ്ട്. സ്ഥിരമായി വരുന്നവരും റീൽസിലെ ട്രെൻഡിങ് ഷോപ്പ് തേടി വരുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. വൈറലായ ഒരു കോംബോ ആയിരുന്നല്ലോ, നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നതാ. ഇഷ്ടപ്പെട്ടു. റേറ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. റേറ്റും ഭയങ്കര അഫോർഡബിളാണ്. 10 രൂപ എന്നുള്ളത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണല്ലോ. പിന്നെ ഇത്ര ഇതായിട്ടില്ല, ബീഫായിട്ടാണ് സാധാരണ വരാറുള്ളത്. ഇത് എല്ല് കറിയാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കോംബോ ട്രെൻഡിങ് ആയതോടെ കടയും ഹിറ്റായെന്ന് ജീവനക്കാർ പറയുന്നു. ഇഷ്ടംപോലെ ആളാണ്. ഈ നേരമായ ഭയങ്കര തിരക്കാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. സത്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മളിത് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ നിങ്ങൾക്ക് മുതലാവുന്നത്, 10 രൂപയ്ക്ക് എങ്ങനെ മുതലാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു മൗത്ത് പബ്ലിസിറ്റി അല്ലേ നമുക്ക് മെയിന്. അപ്പോൾ ആദ്യം അത് എല്ലാവരും ഒന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന സ്ഥിതിക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇനി റേറ്റ് കൂട്ടാം. അവർ ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം കൂട്ടാനുള്ള ആ ഒരു ഇതിലാണ്. കൊല്ലം സ്വദേശികളായ 3 സഹോദരങ്ങളാണ് കടയുടെ ഉടമകൾ. കൂടുതലിടങ്ങളിൽ ആളുകൾ തേടി വരുന്ന പോലെ ഇത്തരം കൊച്ചു കടകൾ തുടങ്ങണമെന്നാണ് ഇവരുടെ സ്വപ്നം. റിപ്പോർട്ട് കൊല്ലം.